ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസാണ്. കോളിസ് ഇത് മെക്കാനിക്കൽ വർക്കൊന്നുമില്ല, ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സെയിൽസിനുള്ള വണ്ടിയാണ്. നമ്മൾ സെയിൽസ് പരമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേങ്കിൽ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ആൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ആളുടെ വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സെയിൽ ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഇത്രയും നാൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഈ വണ്ടി. പക്ഷേങ്കിൽ ഇപ്പോഴാണ് ഇതിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയത്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോൾട്ടാണ് കുറേ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് വർക്ക്, ടിങ്കറിങ് വർക്ക്, അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഇതിനകത്ത് നേരത്തെ തന്നെ വേറൊരു വർക്ക്ഷോപ്പിൽ വിട്ട് ചെയ്തിട്ടുണ്ട്. എൻജിൻ്റെ ഹെഡിൻ്റെ വർക്കും അതുപോലെ എ സിയുടെ വർക്കും ഇതിൽ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേങ്കിൽ ക്ലിയർ അല്ല. ഹെഡിൻ്റെ വർക്കിൽ ഭയങ്കര മിസ്സിങ്ങും അതുപോലെ വൈറ്റ് സ്മോക്കാണ് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത് വണ്ടിയിൽ നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ. അതുപോലെ തന്നെ എ സിയുടെ കൂളിംഗ് തന്നെ ഒട്ടും തന്നെ ഇല്ല. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ സി ഗ്യാസ് കയറ്റി കഴിഞ്ഞാൽ ഒരു മാസം, ഒരു 1.5 മാസം അത്രയും നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിനായി പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് മെക്കാനിക്കലി ഫോൾട്ട് ഫുള്ളി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കംപ്രസറിലാണ് ചെറിയൊരു ലീക്ക് വന്നത്. പക്ഷേ കംപ്രസർ ഓൾറെഡി അവർ സെക്കൻഡ് ഹാൻഡ് മാറ്റിയതാണ് ഇതിനകത്ത്. പക്ഷേ എങ്കിൽ അത് ക്ലിയർ ആയില്ല. പിന്നെ അതുപോലെ തന്നെ ഹെഡ് വർക്ക് ചെയ്തതാണ് അവർ, വേറെ വർക്ക്ഷോപ്പിൽ ചെയ്തതാണ്. പക്ഷേ അതും ക്ലിയർ അല്ല. ഒരു മിസ്സിങ്ങിന് വേണ്ടിയിട്ട് അവർ ഹെഡാണ് ചെയ്തത്. പക്ഷേ ഹെഡിലല്ലായിരുന്നു കംപ്ലയിൻറ്റ്, ബ്ലോക്കിൽ കണക്ടർ റോഡ് ബെൻഡായിരുന്നു. അതാണ് ഇതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അവർ ശ്രദ്ധിക്കാതെ ആയിരിക്കാം ആ ഒരു കംപ്ലയിൻറ്റ് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഫുള്ളി ഏകദേശം ഒരു 3 മാസത്തോളം ആയി വണ്ടി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലയിൻറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻജിൻ വർക്കൊക്കെ ഫുള്ള് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എ സിയുടെയും ലീക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അറസ്റ്റ് ചെയ്ത് വണ്ടി പക്ക മെക്കാനിക്കലി അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും പക്ക ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഇതിലിനിയിപ്പോൾ വേറൊരു വർക്ക് എന്ന് പറയാനായിട്ടില്ല. എല്ലാം നമ്മൾ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. RS ആണ് മോഡല്, RS വേരിയൻ്റാണ്. RS വേരിയൻറ്റിൽ അലവിൽ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്. പക്ഷേങ്കിൽ ഇതിൻ്റെ സെൻട്രൽ സീറ്റ് മാത്രം അവർ സ്ട്രൈറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, സെൻട്രൽ സീറ്റ് മാത്രം സ്ട്രൈറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ തന്നെയാണ്. സീറ്റും അതുപോലെ കുഴപ്പമൊന്നുമില്ല, പക്ക ഓക്കെ തന്നെയാണ്. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോർ പാഡുകൾ ഒന്ന് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ ഒന്ന് ഇൻറ്റീരിയറിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബാക്കി വണ്ടിയെല്ലാം പക്ക ഓക്കെ തന്നെയാണ്. പിന്നെ ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ അല്ല വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയാനായിട്ട് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ 2004 വണ്ടിയായിരിക്കും. അതുകൊണ്ട് ചെറിയ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട ഒരു അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് റീപെയിൻറ്റിനാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗ്ലാസ് അഴിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടാൻ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഏകദേശം 2-3 വണ്ടികളൊക്കെ മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് അഴിക്കേണ്ട ഒരു അവസ്ഥ വരും. റീപെയിൻറ്റ് ചെയ്യുമ്പോൾ അഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്രാക്കാവും. അപ്പോൾ അങ്ങനെ മാറിയതായിരിക്കാം ഗ്ലാസ്. വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എൻജിൻ ബേ ആണെന്നുണ്ടെങ്കിൽ പക്കയാണ്. എൻജിൻ ബേ ഞാൻ കാണിച്ചു തരാം. അതുപോലെ വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, പക്ക 2004. ഇത് 2004ആണ്. 2003, 2004 വരും. 2004 ഗ്ലാസ്സിൽ കണ്ടില്ലേ, എല്ലാം 2004 തന്നെയാണ്. ബാക്കി സൈഡോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഓക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ ഇതിന് പൊളിയറോടെ മിറർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിലാണ് ഇരിക്കുന്ന വണ്ടി. ഇനിയിപ്പോൾ ആരെടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ചെറിയ വർക്കുകൾ ഇതിനകത്ത് ചെയ്യേണ്ടി വരും അവരവരുടെ ടേസ്റ്റിന്. അത് എത്രത്തോളം ഭംഗിയാക്കിയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര കാശ് കൊടുത്ത് എടുത്താണെന്നുണ്ടെങ്കിലും എന്തായാലും ചെറിയ വർക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ ബോഡിയിൽ ചെറിയ റെസ്റ്റുകൾ ഉണ്ട്, ചെറുതായിട്ട് കേട്ടോ. ബാക്കിയെല്ലാം പക്ക ഫിനിഷിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് വണ്ടി. പക്ഷേ ചെറിയ റെസ്റ്റുകൾ ബോഡിക്കകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. അത് ചെറിയ പണിയേ ഉള്ളൂ, വലിയ പണി മേജർ പണി എന്ന് പറയാനായിട്ടില്ല. വണ്ടി എല്ലാം കൊണ്ടും പക്ക ഓക്കെ തന്നെയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. നേരത്തെ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര ഡിലേ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി അറസ്റ്റ് ആയിട്ടുണ്ട്. സെൻട്രൽ കൺസോൾ ഉണ്ട്, ഇതൊരു ബോക്സ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സോണിയുടെ സിസ്റ്റം, സ്റ്റീരിയോ സിസ്റ്റം ഇതിനകത്തുണ്ട്. സ്പീക്കർ സിസ്റ്റമൊക്കെ എന്തായാലും ചിലപ്പം നിങ്ങളുടെ ടേസ്റ്റിന് മാറ്റേണ്ടി വരും. ഒക്കെ ജസ്റ്റ് ഒരു ക്രാങ്കിങ്ങിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. നേരത്തെ സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര ഡിലേ ആണ്, ഇപ്പോൾ ഒറ്റടി.
ഉണ്ടല്ലേ. സ്റ്റാർട്ടിങ്ങിൽ പക്ക സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ സ്മോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നേരത്തെ ഇങ്ങനെ ഐഡിയലിൽ നിൽക്കുമ്പോൾ തന്നെ വൈറ്റ് സ്മോക്ക് ഹെവി ആയിട്ട് വന്ന് തള്ളും, പുറത്തേക്ക് തെറിച്ച് നിൽക്കും. ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് സോൾവ് ആയിട്ടുണ്ട് സ്മോക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും. ഇപ്പോൾ എൻജിൻ പണി ചെയ്തിട്ട് 2000 കിലോമീറ്റർ ഓടിയിട്ടില്ല. ആകെ ഒരു 3-4 മണിക്കൂർ ഫ്രീ റണ്ണിങ്ങിൽ ഇട്ടിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഓടിയിട്ടില്ല. ഫുള്ളായിട്ട് ഓടുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റീസോൾവ് ആകും. എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തതാണ് ഇതിനകത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം 2000 കിലോമീറ്റർ ഓടിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കറക്റ്റാക്കാം. ഇതാണ് എൻജിൻ സൗണ്ട്. നേരത്തെ ഈ ഒരു സൗണ്ട് അല്ലായിരുന്നു, പട്ട 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 പട്ടാന്ന് അടിക്കുന്നൊരു സൗണ്ടായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. അത് പട്ട കംപ്ലീറ്റ് നമ്മൾ എൻജിൻ വർക്ക് ചെയ്തതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എൻജിൻ റൂമിൽ വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ എക്സ്ട്രാ പൈപ്പ് ഇട്ടതാണ് കേട്ടോ. ഇതൊന്നും ജെന്യൂൻ ആയിട്ട് ഇങ്ങനെയല്ല വരുന്നത്. എക്സ്ട്രാ പൈപ്പ് ഒരു ആഡ് ചെയ്തിരിക്കുകയാണ് AC വർക്ക്. ഇപ്പോൾ ബാറ്ററിയുടെ ഒരു ക്ലാമ്പ് കയറ്റണം, അത് കയറ്റിയിട്ടില്ല. പിന്നെ മെക്കാനിക്കലി ഫോൾട്ട് എന്ന് പറയാനായിട്ട് വേറെ ഒന്നുമില്ല. വണ്ടി ഓടിക്കുന്നതിലും ബാക്കി സസ്പെൻഷൻ ഭാഗവും എല്ലാ കാര്യങ്ങളും പക്ക ഓക്കെ തന്നെയാണ്. ഓടിക്കാൻ തന്നെ നല്ല സ്മൂത്ത് തന്നെയാണ്. AC ചെയ്തപ്പോൾ കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഓക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഈ വണ്ടിയുടെ ഓണറുടെ കോൺടാക്റ്റ് നമ്പർ എന്തായാലും ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൽ തന്നെ വിളിക്കുക. എന്നെ വിളിച്ച ചിലപ്പോൾ കിട്ടില്ല, ഫോൺ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സെയിൽസ് പരമായിട്ട് നമ്മൾ ഒന്നും തന്നെ നോക്കണില്ല. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടെന്ന് മാത്രം. വണ്ടിയും അതുപോലെ നല്ല വണ്ടിയാണ്, ധൈര്യമായിട്ട് എടുക്കാം. വണ്ടിക്കുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. ബാക്കി എന്ത് ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ വർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വർക്കുകളെ ബോഡി വർക്കാണെങ്കിലും പെയിൻറ്റിങ് വർക്കാണെങ്കിലും ഇത് തന്നെ നോക്കാനായിട്ട് സമയം പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് കസ്റ്റമറിനെ വിളിക്കുക. ഇതിൻ്റെ ഇടയിൽ യാതൊന്നുമില്ല. ഡയറക്റ്റ് കസ്റ്റമറിനെ വിളിച്ചിട്ട് സംസാരിക്കുക. അവർ പറയും റേറ്റും കാര്യങ്ങളെല്ലാം അവർ സംസാരിക്കും. അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും കോളിസിന് മോഹവില തന്നെയാണ്. ഏത് വണ്ടിയായിട്ട് നല്ല വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മോഹവില കൊടുത്ത് തന്നെ എടുക്കണം. അല്ലാതെ നമ്മൾ ഒരു മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് കോളിസിനെ കരുതരുത്. എന്നുവെച്ചാൽ വണ്ടി അങ്ങനത്തെ വണ്ടിയാണ്. നമുക്ക് ഒരു വെർത്തായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഹാൻഡിൽ ചെയ്യാനും പക്ക ഓക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. കസ്റ്റമറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, ഇതിൻ്റെ ഓണറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, റേറ്റുകൾ സംസാരിക്കുക, വേണമെന്നുള്ളവർ എടുക്കുക. വണ്ടി ഓക്കെയാണ്, വണ്ടി പക്ക. ചെറിയ ചെറിയ വർക്കുകൾ മാത്രം ചെയ്യേണ്ടി വരും എടുത്താലും. ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് വണ്ടിക്ക് ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും. പക്കയാണ്, ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ എന്തായാലും നമ്പർ മെൻഷൻ ചെയ്യുക, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.